എടുക്കുന്നില്ലേ? ഫോൺ സ്വിച്ച് ഓഫ് അമ്മേ. അവൾ എന്തെങ്കിലും തിരക്കിലാവും. അവൾക്ക് അവിടെ സുഖം തന്നെയായിരിക്കുമോ? എനിക്കെന്തോ പേടി തോന്നുക. സുധി അവന്റെ അച്ഛനും അവിടെ ഉള്ളിടത്തോളം കാലം സത്യയ്ക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സുജിതയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. സത്യയ്ക്കാണെങ്കിൽ ആരോടാ എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഒരു വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് സത്യയെ ആരും പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ ന്യായമില്ലാത്തത് എന്തെങ്കിലും കണ്ടാ ആ നിമിഷം അവൾ ആരാ എന്താന്നൊന്നും നോക്കാതെ മറുപടി പറയും. അത് നേരെ. എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും സുധിയുടെ അച്ഛൻ സത്യയുടെ ഭാഗത്തുണ്ടാവും, അതെനിക്ക് ഉറപ്പാ. ആ ഒരു ആശ്വാസത്തിലാ ഞാനും. ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് അമ്മേ. അവൾ ഇങ്ങോട്ട് വിളിക്കും, നീ സമാധാനായിട്ടിരിക്കെ. കുട്ടിക്കാലം മുതല് അവൾ ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് ഓടുകയല്ലേ. ഇനിയുള്ള കാലമെങ്കിലും ഈശ്വരൻ അവൾക്ക് കുറച്ച് സ്വസ്ഥത കൊടുക്കട്ടെ. ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. സുജി, നിനക്കെന്താ ഉറക്കമില്ലേ? ഇല്ല, അതിന് ഈ ജന്മം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? പ്രശ്നം സത്യ തന്നെ. സത്യ നിന്നോട് വല്ലതും പറഞ്ഞോ? എന്താടി? സുധി എന്തുകൊണ്ടാണ് പൂജയെ ഒഴിവാക്കി സത്യയെ കെട്ടിയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പൂജയെ അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അല്ലാതെ എന്ത്? പിന്നെ സത്യ അവന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കെട്ടിയത്. അല്ലാതെ പിന്നെ? അല്ല. ആ, എന്തായാലും അവര് തമ്മിൽ നല്ല സ്നേഹത്തില. അതൊക്കെ വെറും അഭിനയമാണ് ബൈജേട്ടാ. അഭിനയോ? പിന്നല്ലാതെ. സത്യയും സുധിയും തമ്മില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നാ പിന്നെ നിനക്ക് അവനോട് ചോദിക്കാൻ പാടില്ലേ? ഞാൻ എങ്ങനെ ചോദിക്കാനാ? സുധി, നീയും സത്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കണം. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സുധിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ഇവിടെ നടന്നിട്ടുള്ളത്. സത്യം ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ല. അതിന് നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? അവന്റെ ഉള്ളറിയണം. അവന് സംശയം തോന്നാത്ത വിധം കാര്യങ്ങൾ ചോദിച്ചറിയണം. അതിപ്പോ എങ്ങനെ? കുത്തി കുത്തി ചോദിച്ചാൽ എല്ലാം പുറത്തു വരും. അത് ഞാൻ കണ്ടെത്തും. കറക്റ്റ്, നീ പറഞ്ഞത് ശരിയാ സുജി. അവൻ ആ ചെവിയില് ആ കുന്ത്രാണ്ടം വെച്ചിരിക്കല്ലേ, കേൾക്കില്ല? പുതുമണവാളൻ പാതിരാത്രിയിൽ ലാപ്ടോപ്പിൽ വെറുതെ തോണ്ടിക്കളിച്ച് സമയം പോക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ അർത്ഥവും വ്യാകരണവും നോക്കാനല്ല പറഞ്ഞത്. അവനും സത്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയണം. അതിന് ഇതിലും വലിയ തെളിവ് വേണോ? കല്യാണം കഴിഞ്ഞ ചെക്കൻ ഭാര്യയെ മുറിയിലാക്കി ഒറ്റയ്ക്ക് ലാപ്ടോപ്പിൽ കളിക്കുന്നു. അത് ചിലപ്പോ അവൻ വല്ല അത്യാവശ്യ കണക്ക് ശരിയാക്കുമായിരിക്കും. എടീ, നമുക്ക് നോക്കാമല്ലോ. എന്നല്ലേ നീ പൊയ്ക്കോ, ഈ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം.
അവന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തന്ത്രപൂർവ്വം ചോദിച്ചറിയണം. അവനൊരു സംശയവും തോന്നാൻ പാടില്ല. അവന്റെ മനസ്സ് വാരി വലിച്ച് മേശപ്പുറത്തിട്ടേരാം. പോരെ? മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. ഓക്കെ. അളിയ, കിടക്കാറായില്ലേ? എന്താ? അല്ല, ഉറങ്ങാറായില്ലേ എന്ന്. 1-2 മെയില് ചെക്ക് ചെയ്യാനുണ്ട്. അല്ല, ഈ മെയില് ചെക്ക് ചെയ്യുന്നതൊക്കെ ഇപ്പോഴാണോ? അല്ല, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതും ഇവിടെ വന്നിരുന്നിട്ട് ചെക്ക് ചെയ്യണോ? അതിലെന്തോ ഒരു വശപ്പശകില്ലേ? എന്ത് വശപ്പശ്? ഒന്നുമില്ല, ഓഫീസ് കാര്യങ്ങളെല്ലാം ഓഫീസിൽ തന്നെ തീർക്കണം സുധി. വീട്ടിൽ വന്നാ പിന്നെ അവനവന്റെ അച്ഛൻ, അമ്മ, ഭാര്യ. ഇത് നല്ല ഉദ്ദേശത്തോടെയുള്ള വരവല്ല. അല്ല, നിന്നെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. കെട്ടിക്കൊണ്ടുവന്നവൾ ശരിയല്ലെങ്കിൽ പിന്നെ ബെഡ്റൂമിലേക്ക് പോവാനേ തോന്നില്ല. അതിനിപ്പോ ഫസ്റ്റ് നൈറ്റിലാണെങ്കിൽ പോലും. അസുഖം അത് തന്നെ. അപ്പൊ സത്യം, അവളൊരു പെണ്ണ, ആണിനെ പോലൊരു പെണ്ണ്. കാഴ്ചയിൽ മാത്രമല്ല, സ്വഭാവത്തിലും. അതെ, നിനക്കവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പറ, നമുക്കവളെ ഒഴിവാക്കാം. ദേ, ഈ അളിയനുണ്ട് നിന്റെ കൂടെ. അല്ല പിന്നെ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരുത്തിയല്ല ഈ സത്യ. ആകെ ഉള്ളത് ആ അമ്മയും ആ കിളവി തള്ളയും. ഒരു ചേച്ചിയുള്ളത് ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് അവളെ ഒഴിവാക്കിയ ഒരാളും നിന്നോട് ചോദിക്കാൻ വരില്ല. എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്തിനാളിയാ? നിങ്ങൾ എന്റെ ചേച്ചിയുടെ ഭർത്താവായി പോയി. അല്ല, എനിക്കറിയാം സുധി, നീയും സത്യയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ദേ, ഒന്നും എന്റെ അടുത്ത് ഒളിക്കല്ലേ. നിന്നെക്കാളും ജീവിതം കണ്ടവനായി ഞാൻ. എന്റെ ഭാര്യയെ പറ്റി ഇനി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അളിയനാണ്, ചേച്ചിയുടെ ഭർത്താവാണ്, എന്നേക്കാൾ ജീവിതം കണ്ടവനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. അല്ല, അപ്പോ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലേ? അല്ല, അളിയ, അളിയ, അതെ, അവര് തമ്മില് പ്രശ്നമൊന്നുമില്ലേ? തെറ്റുപറ്റിയത് എനിക്കാണ്.
ദിവ്യയെ വളർത്തിയത് ഞാനാ. എന്റെ ഇഷ്ടത്തിനനുസരിച്ചാ അവള് വളർന്നത്. എന്നിട്ടും അവളുടെ ഉള്ളിൽ പറയാൻ എനിക്ക് പറ്റിയില്ല. സത്യം, അവളെ ഏട്ടന്റെ ഇഷ്ടത്തിനൊപ്പം വളർന്നു. കുറഞ്ഞ കാലങ്ങളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ കുറഞ്ഞ കാലം കൊണ്ട് ഏട്ടൻ അവളെ ജീവിതം പഠിപ്പിച്ചു. ഞാൻ തോറ്റുപോയി ഏട്ടാ. ദിവ്യ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. വിമലേ, സദാസമയം ഇങ്ങനെ സങ്കടപ്പെട്ടോണ്ടിരുന്ന എങ്ങനാ വിമലേ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? സത്യം ഇവിടെ ഇല്ലാത്തതാണ്, ഒരു കല്യാണം കഴിഞ്ഞ വീടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മണി അരി പോലും ഈ വീട്ടിലില്ല. കടയിൽ പോവണ്ടേ? എങ്ങനെ പോകും? നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയും? എന്ന് പറഞ്ഞ നേരത്തിന് എന്തെങ്കിലും വച്ചുണ്ടാക്കി കഴിക്കണ്ടേ? എനിക്ക് വയ്യമ്മേ ആളുകളുടെ മുഖത്ത് നോക്ക്. വിമലാമ്മേ, അച്ഛമ്മേ, ആഹാ, നിങ്ങളായിരുന്നോ? ഞാൻ കരുതി സത്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനി നിങ്ങളെ ഇവിടെ ഒന്നും കാണില്ലെന്ന്. സത്യ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. ഇത് കുറച്ച് അരിയും സാധനങ്ങളാ. സത്യ വാങ്ങിച്ചു തരാൻ പറഞ്ഞതാ. അവള് സുധി സാറിന്റെ വീട്ടില് സുഖമായിട്ടിരിക്കുന്നു. അവിടെ ഇരിക്കുമ്പോഴും അവക്ക് ഇവിടുത്തെ കാര്യ മനസ്സില്. മക്കളിരിക്ക, ഞാൻ ചായ എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട വിമലാമ്മേ. ദിവ്യ കാരണം നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഒരമ്മയെപ്പോലെ കണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്താ വിമലാമ്മേ ഇങ്ങനെയൊക്കെ? ദിവ്യ ഞങ്ങളെ എല്ലാം നാണം കെടുത്തി. അതുകൊണ്ട് കടയിൽ പോവാൻ മടിച്ചിരിക്കുകയായിരുന്നു. ഇനി എങ്ങനെയാ മനുഷ്യരുടെ മുഖത്ത് നോക്കുക? ദിവ്യ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം അല്ലേ പോയത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവള് രാഹുൽ എന്നൊരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. നിങ്ങൾക്കും അറിയായിരിക്കും. രാഹുൽ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ സത്യയുടെ ചെറുക്കനാണെന്ന് ദിവ്യ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇനി പോരെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. ഇനി വാ. ദിവ്യയോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അവൾക്കറിയില്ലേ സത്യം അവള് കെട്ടാൻ പോകുന്ന ചെറുക്കനുമായിട്ട് സംസാരിക്കുമ്പോ അവിടെ വായി നോക്കി നിൽക്കരുതെന്ന്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്മേ, നീ ഇങ്ങോട്ട് പോന്നോ? നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അയ്യേ, ഞാനിതിന് അവിടെ നിൽക്കുന്നേ. എന്നെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോകാനല്ലേ അച്ഛമ്മയ്ക്ക് പേടി? കൊച്ചച്ഛൻ വന്നതുകൊണ്ട് ഒരാള് പേടിച്ച് അകത്തിരിപ്പുണ്ട്. ആ, ഒരാളല്ല, രണ്ടുപേര്. സത്യ, സത്യ വാതില് തുറക്ക്. എന്തുവാടി ഇങ്ങനെയാണോ ഒരാൾ പറഞ്ഞു വിടുന്നത്? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം ഇപ്പോഴാ ഞാൻ അറിയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നിട്ടും ആരും അതിനെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ.
ചേച്ചിക്ക് വേണ്ടി കണ്ടുവച്ച ചെക്കനെ കല്യാണം കഴിക്കാൻ സത്യക്ക് മനസ്സുണ്ടായിട്ടല്ല. ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാ അവള് വിവാഹത്തിന് തയ്യാറായത്. അല്ലെങ്കിലും വിക്രമൻ സത്യ വിവാഹം കഴിക്കണം. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. വിക്രമനോ? സത്യ സുധി സാറിനെ അങ്ങനെയാ വിളിച്ചിരുന്നത്. സത്യക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സുധി സാറിനെ. അവര് തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? വിക്രമൻ ദിവ്യയെ പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പ് സത്യയും വിക്രമനും തമ്മിൽ പരിചയമുണ്ട്. പക്ഷേ സത്യ കരുതിയ പോലുള്ള ഇഷ്ടമായിരുന്നില്ല സുധി സാറിന് സത്യയോടുണ്ടായിരുന്നത്. സുധി സാറാണ് ദിവ്യ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞതോടെ സത്യ പിന്നെ അവരുടെ വിവാഹം ഭംഗിയായി നടത്തി കൊടുക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിക്ക് വേണ്ടി സ്വന്തം ഇഷ്ടം അവൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അപ്പോ സത്യ പറഞ്ഞ വിക്രു അത് സുധിയായിരുന്നോ? അതെ, സുധി സാർ തന്നെയായിരുന്നു. സത്യയുടേത് നല്ല മനസ്സാണ്. അതുകൊണ്ടാ അവൾ ആഗ്രഹിച്ച ആളെ തന്നെ അവൾക്ക് കിട്ടിയത്. അതെ, എന്റെ മോളുടെ മനസ്സിൽ കള്ളമില്ല. അതുകൊണ്ട് തന്നെ അവളെ ഈശ്വരൻ കൈവിടിഞ്ഞതുമില്ല. ഇപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത്. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് ഞാൻ എൻ്റെ മോളെ നിർബന്ധിച്ചല്ലോ എന്നൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അത് ദേ മാറി. നിങ്ങൾ കേറി വാ, ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട വിമലമേ, മര്യാദക്ക് ഇങ്ങോട്ട് വാടാ. ഇത് സത്യയുടെ വീടാ, നിങ്ങളുടെ. കേറി വാ. വാ. രാധികെ, അവിടെ ഇരുന്ന്. എന്താ? ഇരിക്കേ. നിന്റെ അമ്മാവന്റെ മൂന്നാമത്തെ മകനില്ലേ ശിവൻ, അവനെ കല്യാണത്തിന് കണ്ടില്ലല്ലോ. അവൻ വന്നിരുന്നില്ല. എന്തു പറ്റി? എനിക്കറിയില്ല. വിവാഹം ക്ഷണിച്ച സ്ഥിതിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അവൻ വരാതിരുന്നത് ഭാഗ്യമായിന്ന് കരുതിയാ മതി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറയാൻ പറ്റൂ. ബൈജുവേട്ടന്റെ കുടുംബത്തിൽ നിന്നും പലരും വന്നിട്ടില്ല. അതെത്ര നന്നായി എന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. എന്താ വിവാഹത്തിനൊരു കുഴപ്പമുണ്ടായത്? നിങ്ങൾ കുറച്ച് ചിന്തകന്മാര് വന്നിരിക്കുന്നു. ഇതിലും വലിയ എന്ത് കുഴപ്പം ഉണ്ടാവേണ്ടത്? നിശ്ചയിച്ചുറപ്പിച്ച പെണ്ണിന് പകരം മറ്റൊരുത്തേ കെട്ടിക്കൊണ്ടുവന്നത് ഒരു കുഴപ്പമല്ലേ? അതിന്റെ കാരണം നിങ്ങൾ കണ്ടതാ. ഇതേ വിഷയം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതുവാ. എല്ലാം നമ്മുടെ ഭാഗ്യമാണെന്ന് മാത്രം കരുതിയാ മതി. ഭാഗ്യം? സത്യം ഇവിടെയുള്ളവർക്ക് മുഴുവൻ വിഷം കൊടുത്തു കൊന്നാലും അച്ഛൻ ഇത് തന്നെ പറയും. ഇതെല്ലാം ഞങ്ങളുടെ ഭാഗ്യമാണെന്ന്. നിനക്കൊക്കെ അത് മനസ്സിലാകണമെങ്കിലേ നീ ഇതെവിടെയൊക്കെ? ഞാൻ ഓഫീസിലേക്ക്. ഇന്നോ? അത് വേണ്ട മോനെ.